മോനെ കരയുന്നത് കണ്ടില്ലേ ജുബി? നോക്കി നിൽക്കാതെ എൻ്റെ മോനെ വാങ്ങൂ. ഡീ, എൻ്റെ കുഞ്ഞിനെ താ. മാഹിറ കുഞ്ഞിനെ മാറോടടക്കി പിടിച്ചുകൊണ്ട് വീടിൻ്റെ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഓടി. പിന്നാലെ റഫീഖും. മാഹിറ! റഫീഖ് അലറി വിളിച്ചു. അത് കേട്ടതും ജുബി ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് റഫിയെ നോക്കി. ഇക്ക, ഇക്ക, എന്തൊക്കെയാ പിച്ചയും പേയും പറയുന്നത്? മനുഷ്യൻ്റെ ഉറക്കം പോയി. ഡീ, അപ്പോൾ അവള് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ? എൻ്റെ ഇക്ക, കുഞ്ഞല്ലേ ഈ കിടക്കുന്നത്? വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. സമയം എത്രയായി നോക്കിയേ? പുലർച്ചെ 2 മണി ആയിട്ടുള്ളൂ. നീ ആ വെള്ളം ഇങ്ങോട്ട് എടുത്തേ. അവള് വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് അവന് നേരെ നീട്ടി. അവനത് ധൃതിയിൽ കുടിച്ചു തീർത്ത് മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ടവലെടുത്ത് തുടച്ച് വീണ്ടും കിടന്നു. ഇക്ക, എന്തിനാ ഇത്ര ടെൻഷൻ? എന്തോ എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അവൾ അടർത്തി കൊണ്ടുപോകുമോ? എനിക്കവനെ നഷ്ടമാകുമോ? ഒന്നും ഉണ്ടാവില്ല ഇക്ക, സമാധാനമായിട്ട് കിടക്ക്. ജുബി ആശ്വാസവാക്കുകൾ കൊണ്ട് അവന് തലോടി. പിന്നീട് എപ്പോഴോ 2 പേരും ഉറങ്ങിപ്പോയിരുന്നു. ഡാ ഫാസിലേ, ജുബിയുടെ വീട്ടിൽ പോകണ്ടേ? അവളെ നിന്റെ കല്യാണത്തിന് വിളിക്കണ്ടേ? ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ? ഫാസിലിൻ്റെ അമ്മ അവനോടായി ചോദിച്ചു. പിന്നെ വിളിക്കണ്ടേ? എൻ്റെ ഫാരിസ്കയുടെ ഭാര്യയല്ലേ? നമ്മുടെ വീട്ടിലെ മരുമകളായിരുന്നല്ലേ? എൻ്റെ കുഞ്ഞിത്തല്ലേ? ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതുകൊണ്ടാണ് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞത്. ഡ്രസ്സ് എടുക്കണ്ടേ അവർക്കും മോൾക്കും? അതൊക്കെ എടുക്കാം. അതിനു മുമ്പ് നീ പോയി കല്യാണത്തിന് വിളിക്കവരെ. ഞാൻ മാത്രം പോയാൽ മതിയോ? നിങ്ങളും വലിയ ഇത്തയും വേണം. ഞങ്ങൾ എന്തിനാടാ? എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? എല്ലാവരുടെ വീട്ടിലും പോയി അവിടേക്ക് മാത്രമല്ലെന്ന് പറയണമെങ്കിൽ അതിലെന്തോ ഒരു സംഗതി കിടപ്പുണ്ടല്ലോ. ജുബിത്തയോടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ ഇപ്പോഴും മാറിയില്ലേ? അതുകൊണ്ടൊന്നല്ല. എന്തല്ലെങ്കിലും എല്ലാ വീട്ടിലും പോയ പോലെ അവിടേക്ക് നിങ്ങൾ 2 പേരും വേണം. മനസ്സില്ല മനസ്സോടെ ഉമ്മ സമ്മതിച്ചു. എന്ന് മൂളുകയും ചെയ്തു. പിറ്റേ ദിവസം അവരൊന്നിച്ച് ജുബിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു, അവരെ കല്യാണത്തിന് ക്ഷണിക്കാൻ. ഡാ, വണ്ടി നിർത്തൂ. എന്താ വല്ലിത്ത? വെറും കൈയോടെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. നീ വണ്ടി നിർത്തി ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്ക്. അത് ശരിയാണല്ലേ, ഞാനത് ഓർത്തില്ല. അവന് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങി. ഉമ്മ, ഞങ്ങൾക്ക് മിഠായി വേണം. ആ പാപ്പയോട് പറ ഉമ്മ. മിണ്ടാതിരിക്ക്, ഇപ്പം മിഠായി ഇല്ല. നമ്മളൊരു വഴിക്ക് പോയാണല്ലോ, തിരിച്ചു പോകുമ്പോൾ വാങ്ങിത്തരാം. സങ്കടത്തോടെ അവർ തലയാട്ടി സമ്മതിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങി ഇത്തയെ ഏൽപ്പിച്ചവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഇത്ത, പിന്നെ കവറിൽ 2 ലോലിപ്പോപ്പ് ഉണ്ട്, അത് മക്കൾക്ക് എടുത്ത് കൊടുക്കണേ. അത് കേട്ടതും കുഞ്ഞു മക്കളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എന്തിനാടാ അത് വാങ്ങിയേ? മിഠായി തിന്ന് പുഴുപ്പല് വരാൻ തുടങ്ങിയിരിക്കുന്നു 2നും. അതൊക്കെയല്ലേ അവരുടെ സന്തോഷങ്ങൾ. നിനക്കറിയോ അവരുടെ വീട്ടിലേക്കുള്ള വഴി? ഇല്ല. ദാ ആ കാണുന്ന അങ്ങാടിയിൽ ചോദിക്കാം. അല്ല, നമ്മുടെ ഉമ്മാക്ക് എന്ത് പറ്റി? കയറിയത് മുതൽ മിണ്ടാട്ടില്ലല്ലോ. ഇങ്ങനെ ഒരാൾ ഇതിലുണ്ടെന്ന് അറിയുന്ന പോലും ഇല്ല. പോടെ ചെറുക്ക, എന്നെ കളിയാക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞവർ വീട്ടിലെത്തി. എടാ, ഇത് തന്നെയാണോ വീട്? കണ്ടോ, വീട്ടിൽ ഒരുപാട് ആളുകൾ. നിങ്ങൾ കാറിൽ തന്നെ ഇരിക്ക്, ഞാൻ ഇറങ്ങി ചോദിക്കാം ഇത് തന്നെയാണ് വീടെന്ന്. ചെല്ല്. ഡാ, ഇത് തന്നെയാ വീട്. ജുബി അല്ല നിൽക്കുന്നത്. അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, ഒച്ചയും ബഹളവും എല്ലാം കേൾക്കുന്നു. ഫാസിലേ, നീ വണ്ടിയിലോട്ട് കയറിക്കേ,
നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അത് പറ്റില്ല ഉമ്മ. ഇവിടെ വരെ വന്നിട്ട് എന്താണെന്നറിയാതെ. കാറ് റോഡിൻ്റെ അരികിലായി ഒതുക്കി നിർത്തിയിട്ട് മടിച്ചുകൊണ്ടവർ കാലിനിറങ്ങി. തുറന്നു കിടക്കുന്ന അവരുടെ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കടന്നു. അവരെ കണ്ടതും ജൂബി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ ജൂബി, എന്തിനാ കരയുന്നത്? എന്താ സംഭവം? എന്തിനാ ഇവർ ഒച്ചയിട്ട് സംസാരിക്കുന്നത്? അത് പിന്നെ ഇക്കയുടെ ആദ്യ ഭാര്യയുടെ വീട്ടിലെ ബന്ധുക്കളും അയൽവാസികളുമാ. അവരെന്തിനാ ഇവിടെ വന്ന് ബഹളം വെക്കുന്നത്? അവൻ അവിടെ ഇല്ലേ റഫീഖ്? ഇക്ക അപ്പുറത്തുണ്ട്. അവർക്ക് അവരുടെ മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ ഈ ബഹളമെല്ലാം. ഇക്കയാണേൽ അവർക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കില്ല എന്ന വാശിയിലാ. ഒന്നിനും സമ്മതിക്കുന്നില്ല. അതിന് വർത്താനായി, വഴക്കായി. ഇപ്പം അവർ പറയുന്നു അവരുടെ ആദ്യ ഭാര്യയായ മാഹിറയെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണെന്ന്. നിയമപരമായി അവൾ ഇപ്പോഴും ഇക്കയുടെ ഭാര്യയാണെന്ന്. ഓ, അവരൊഴിവാക്കാതെ ആണോ നിന്നെ അവർ വിവാഹം കഴിച്ചത്? അതെ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. പക്ഷേ അവരിക്കേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോയതല്ലേ. നീ സമാധാനമായിട്ടിരിക്ക്. റഫീഖ് എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. ഡി, നാട്ടുകാരെയും വീട്ടുകാരെയും ഈ ലോകത്തുള്ളവരെ മുഴുവൻ കൊടുത്താലും ഈ റഫീഖിനൊരു ചുക്കുമില്ല. ഇവരെയൊക്കെ കണ്ട് റഫീഖിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിലുള്ള മാഹിറ എന്നേ മരിച്ചു കഴിഞ്ഞു. വാചകം അടിച്ചു നിൽക്കാതെ അവളെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കടാ. ആര് പറഞ്ഞു അത് അവളുടെ കുഞ്ഞാണെന്ന്? ഇതെൻ്റെയും ഈ നിൽക്കുന്നവരുടെ കുഞ്ഞാ. റഹ്മത്തയുടെ അരികിൽ നിന്നും ജൂബിയെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് റഫീഖ് അവർക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് സഭ കൂടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചത് ഒന്നും നടക്കാൻ പോകുന്നില്ല. മാഹിറ കണ്ണീർ തുടച്ചുകൊണ്ട് റഫീഖിൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു. നീ എന്തൊക്കെ വീരവാദം ഒഴുക്കിയാലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടേ പോകൂ. അത് നിന്നെ കൊന്നിട്ടായാലും ശരി. ഈ മാഹിറയാ പറയുന്നത്. വിടടി, വിടാൻ. ഇത്തരം വെല്ലുവിളികൾ 1-2 വർഷം മുന്നേ അവന് കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് കണ്ടില്ല. അത് മാത്രമല്ല, കുഞ്ഞിന് അവകാശപ്പെട്ട അമ്മിഞ്ഞപ്പാൽ വരെ മറ്റൊരുത്തിന് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചു. 2 വർഷം അവനെ ഞാൻ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? അന്നൊന്നും കണ്ടില്ലല്ലോ ഈ മാതാവിൻ്റെ സ്നേഹം. ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടിയൊഴുകുന്നു ഇല്ലാത്ത സ്നേഹം. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഞാൻ വീണ്ടും നിന്നെ സ്വീകരിക്കാനുള്ള നാടകമാണ് ഇതൊക്കെയെങ്കിൽ നിനക്ക് ആള് മാറി. ഒരാൾക്കൊരിക്കലേ ചതി പറ്റുകയുള്ളൂ. അത് നീ മനസ്സിലാക്കണം. ആരും ഒന്നും മറുപടി പറയാനില്ലാതെ തലതാഴ്ത്തി നിന്നോ മാഹിറ പോലും. ഉമ്മ, മോനെ കൊടുന്ന് കാണിച്ചു കൊടുക്ക് അവൾക്ക്. കണ്ടിട്ട് പോവട്ടെ അവൾ. പിന്നെ ഈ വാക്കും പറഞ്ഞുകൊണ്ട് ഈ പടി ചവിട്ടാൻ പാടില്ല. പറഞ്ഞേക്കാം. ഉമ്മ മോനെ കൊണ്ടുവരുന്നത് കണ്ട് മാഹിറ അവരുടെ അടുത്തേക്ക് ഓടി. പൊന്നെ, ഉമ്മാടെ പൊന്നെ. പക്ഷേ കുഞ്ഞവളുടെ അടുത്തേക്ക് പോവാതെ ഉമ്മാമയെ മുറുക്കി പിടിച്ച് പേടിച്ച് കരഞ്ഞു. വാ മുത്തേ, ഉമ്മാൻ്റെ അടുത്തേക്ക്. ഉമ്മ കൊതി തീരും കാണട്ടെ എൻ്റെ മുത്തിനെ. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. കുട്ടി അടുത്തേക്കെന്നല്ല, അവളെ നോക്കുക പോലും ചെയ്യാതെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ജൂബി ഓടി വന്ന് ഉമ്മാടെ കയ്യിൽ നിന്നും അവനെ വാങ്ങി അവളുടെ തോളിൽ കിടത്തി പതിയെ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴും ആ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സങ്കടത്തോടെ തേങ്ങുന്നുണ്ടായിരുന്നു. കുട്ടിയെ തോളിലിട്ട് തലോടുന്ന ജുബിയെ നോക്കി അവൾ ദേഷ്യത്തോടെ കണ്ണുരുട്ടി. മാഹിറയ്ക്ക് തെറ്റി പറ്റിയിട്ടുണ്ട്, ശരിയാ, ഞാനത് സമ്മതിച്ചു എന്ന് കരുതി അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. ഞാൻ ഇനിയും വരും. അങ്ങനെ തോറ്റു പിന്മാറുന്നവൾ അല്ല മാഹിറ. എങ്കിൽ പിന്നെ നിന്റെ ധൈര്യം അവനക്ക് പോയി കാണിച്ചു കൊടുക്ക്, നിന്റെ കാമുകനക്ക്. അവനും അറിയട്ടെ തോൽക്കാൻ മനസ്സില്ലാത്തവളാണെന്ന്. അധികം തർക്കത്തിൽ നിൽക്കാതെ അവൾ കൂടെ വന്നവരെല്ലാവരെയും കൂട്ടി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു.
ദേഷ്യത്താൽ ജ്വലിക്കുന്ന കണ്ണുകളുമായി. കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.